നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ഗൗതം ഗംഭീർ വലിയ നിരാശയിലാണ്. ഒരു കടുത്ത പ്രതിസന്ധി അദ്ദേഹം നേരിടുന്നു. പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ പ്രകടനം തീരെ നിരാശാജനകമാണ്. ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ തീരെ നിരാശാജനകം എന്ന് ഇപ്പോൾ പറയാൻ കാരണം, ദക്ഷിണാഫ്രിക്കയുമായി അടുത്തയിടെ സ്വന്തം മണ്ണിൽ ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ 2 ടെസ്റ്റിലും ദയനീയമായി തോറ്റു. പ്രത്യേകിച്ചും രണ്ടാമത്തെ ടെസ്റ്റിൽ റണ്ണുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവിയാണ് സംഭവിച്ചത്. 400-ലധികം റണ്ണുകളുടെ തോൽവി, അതൊരു വലിയ തോൽവിയാണ്. മാത്രമല്ല, ഗൗതം ഗംഭീർ പരിശീലകനായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം 19 ടെസ്റ്റുകളാണ് ഇന്ത്യ കളിച്ചത്. അതിൽ 7 എണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാനായത്. 10 എണ്ണത്തിൽ തോറ്റു, 2 എണ്ണം സമനിലയിലായി. ഈ 7 ജയങ്ങളെക്കാൾ വലിയ പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നത് 10 തോൽവികളാണ്. അതിൽ തന്നെ 2 പരമ്പരകൾ സ്വന്തം മണ്ണിൽ, ഇന്ത്യൻ മണ്ണിൽ തോറ്റു എന്നതാണ് ഗംഭീറിനെതിരെ വ്യാപകമായ വിമർശനം ഉയരാൻ കാരണമായിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 3ഉം ഇന്ത്യ തോറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ സ്വന്തം മണ്ണിൽ 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 3 ടെസ്റ്റുകളും ഇന്ത്യ തോറ്റിട്ടേയില്ല. അപ്പോൾ അതൊരു റെക്കോർഡായി. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് പരമ്പര തോറ്റത് 25 വർഷത്തിന് ശേഷമാണ്. 2000-ലാണ് മുൻപ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 2-0 ഇന്ത്യ തോറ്റത്. പിന്നീട് 25 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇന്ത്യ തോറ്റിരിക്കുന്നു. യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് മുൻ കളിക്കാരും എല്ലാം ഗംഭീറിനെതിരെ നിരന്തരം വാളെടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീറിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഗംഭീർ മഹാമോശം പരിശീലകനാണ്, വലിയ തോൽവികളുടെ റെക്കോർഡുകൾ ഇന്ത്യക്ക്, നാണക്കേടിൻ്റെ ചരിത്രം ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കുന്നു. ഇങ്ങനെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഗംഭീർ ഇതിന് മറുപടി നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആ തലമുറ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു ടീമിനും സംഭവിക്കാവുന്ന പ്രശ്നങ്ങളായി മാത്രമാണ് ഇന്ത്യയും നേരിടുന്നത് എന്നതാണ്. ഗംഭീർ പറയുന്നത് ടീമാണ് പ്രധാനം, കളിക്കാരല്ല. ടീമിൻ്റെ തോൽവികളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ, അതൊരു പ്രശ്നമല്ല, അതിനെക്കുറിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം. എന്നാൽ വ്യക്തികളുടെ പ്രകടനത്തിൽ വരുന്ന പാളിച്ചകൾ, ഇത് വലിയ തോതിൽ ഇന്ത്യയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം, അതാണ് ഇവിടുത്തെ ഈ തോൽവികളിൽ നിന്ന് ഇന്ത്യ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വ്യക്തികൾ, കളിക്കാർ തീർത്തും മോശം പ്രകടനങ്ങളാണ് പുറത്തെടുക്കുന്നത്. ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ 2020 മുതൽ 2025 വരെയുള്ള ടെസ്റ്റ് ടീമുകളിൽ കളിച്ച സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെല്ലാം, ടോപ്പ് ഓർഡറിൽ കളിച്ച സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെല്ലാം കൂടിയുള്ള അവരുടെ റൺ ശരാശരി എന്ന് പറയുന്നത് 12.66 ഒരു ടെസ്റ്റ് ടീമിനും ഇത് സഹിക്കാൻ കഴിയുന്നതല്ല. വെറും 12.66% മാത്രമാണ് ബാറ്റിംഗ് കഴിവുകളുടെ മാത്രം പ്രത്യേകതയിൽ ടീമിലെടുക്കപ്പെടുന്ന കളിക്കാർ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം നിരാശാജനകമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പ് ഓർഡർ, അപ്പോൾ അതിനർത്ഥം ഗംഭീർ കോച്ചാകുന്നതിന് മുമ്പും ഇന്ത്യൻ ടോപ്പ് ഓർഡർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇന്ത്യൻ ടോപ്പ് ഓർഡറിൻ്റെ പ്രകടനം അത്രയും മെച്ചമായിരുന്നില്ല എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കളിക്കാരുടെ ഓരോരുത്തരുടെയും പ്രകടനം എടുത്താൽ അത് പ്രത്യേകിച്ച് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് വലിയ ഫ്ലോപ്പാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി കാണേണ്ടത് ഇന്ത്യൻ കളിക്കാർ പണ്ടത്തെ പോലെ സ്പിന്നിനെതിരെ മികച്ച കളി കളിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിൽ ഒരു ടീം വരുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് സ്പിന്നിങ് പിച്ചുകളായിരിക്കും. ആദ്യത്തെ 3 ദിവസം മികച്ച ബാറ്റിംഗ് പിച്ചായിരിക്കും, പിന്നീടുള്ള 2 ദിവസം സ്പിന്നർമാർക്ക് ഒരുക്കിയിരിക്കുന്ന കെണിയായിരിക്കും, കുഴിയായിരിക്കും ഇന്ത്യൻ പിച്ചുകൾ. അപ്പോൾ ആ കാലത്തൊക്കെ ടോസ് കിട്ടുന്ന ടീമിന് സ്വാഭാവികമായിട്ടും എഡ്ജ് ഉണ്ടാവും ഇന്ത്യൻ പിച്ചുകളിൽ. അത് പലപ്പോഴും ഇന്ത്യക്കാണ് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ 2 ടെസ്റ്റിലും ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു ടോസ്. ഇത് ഇന്ത്യ വലിയ തോതിൽ കുഴപ്പത്തിലാക്കി. 2 ടെസ്റ്റിലും ടോസ് കിട്ടിയ ദക്ഷിണാഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്യുകയും ചെയ്തു.
അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഇനി ബാറ്റർമാരുടെ സ്പിന്നിനെതിരെയുള്ള ദൗർബല്യങ്ങൾ, ടോപ്പ് ഓർഡറിൽ ഒരു ബാറ്ററും മെച്ചപ്പെട്ട രീതിയിൽ സ്പിന്നിനെ കളിക്കുന്നേയില്ല. പണ്ട് ഇന്ത്യൻ പിച്ചുകളിൽ സ്പിൻ ഒരുക്കാൻ തന്നെ കാരണം ഇന്ത്യൻ ബാറ്റർമാരുടെ സ്പിന്നിനെതിരായ ശക്തിയാണ്. വളരെ ശക്തന്മാരായിരുന്നു ഇന്ത്യൻ ബാറ്റർമാർ സ്പിന്നിനെതിരെ. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യൻ ബാറ്റർമാരെ കുഴക്കുന്ന സ്പിന്നർമാരാണ് വരുന്നത്. ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിൽ അവരുടെ മിച്ചൽ സാന്റ്നർ, ദക്ഷിണാഫ്രിക്കയുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ഹാർമർ, കേശവ് മഹാരാജ്, ഇങ്ങനെയുള്ള സ്പിന്നർമാരെല്ലാം ഇന്ത്യയിൽ വന്ന് മികച്ച കളി പുറത്തെടുക്കണം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിനേക്കാൾ മികച്ചു നിൽക്കുകയാണ് അവർ. മറ്റൊരു കാര്യം, ഇന്ത്യക്ക് മികച്ച സ്പിന്നർമാരില്ലാതായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ സ്പിൻ പിച്ചുകളെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, മുതലാക്കാവുന്ന രീതിയിലുള്ള സ്പിന്നർമാർ ഇന്ത്യക്ക് ഇല്ലാതായി കഴിഞ്ഞു. രവിചന്ദ്രൻ അശ്വിൻ്റെ വിരമിക്കലോടുകൂടി ഇന്ത്യ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് എക്കാലത്തെയും ഇന്ത്യൻ ഇതിഹാസമായ സുനിൽ ഗവാസ്കർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. രവിചന്ദ്രൻ അശ്വിനും അത് പറഞ്ഞു കഴിഞ്ഞു. ഈ നിലയിലുള്ള ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. രവീന്ദ്ര ജഡേജ, ഇടങ്കയനായ രവീന്ദ്ര ജഡേജ, മറ്റൊന്ന് ഇടങ്കയൻ തന്നെയായ കുൽദീപ് യാദവ്, മറ്റൊരാൾ വാഷിംഗ്ടൺ സുന്ദർ. ഇവരൊന്നും ഇപ്പോൾ പണ്ട് കാലത്തെ അനിൽ കുംബ്ലെയോ ഹർഭജൻ സിംഗിനെയോ രവിചന്ദ്രൻ അശ്വിനെയോ പോലെ മികച്ച ബൗളിംഗ് പുറത്തെടുക്കുന്നില്ല. മാത്രമല്ല, ഗംഭീർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് ഓൾറൗണ്ടർമാരെ കുത്തി നിറയ്ക്കുന്നു ടീമിൽ എന്നാണ്. നിതീഷ് കുമാർ റെഡ്ഡി, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ. അപ്പോൾ ഓൾറൗണ്ടർമാരെ കൊണ്ട് മാത്രം കളി ജയിക്കാനാവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്പെഷ്യലിസ്റ്റ് ബൗളർമാരായി ആകെയുള്ളത് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും കുൽദീപ് യാദവും മാത്രമാണ് യഥാർത്ഥത്തിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ എന്ന് പറയാം. ജഡേജയും നമുക്ക് ആ വകുപ്പിൽ ഉൾപ്പെടുത്താമെങ്കിൽ അദ്ദേഹം ഓൾറൗണ്ടർ കൂടിയാണ് എന്ന നിലയിലാണ് ടീമിൽ കൂടുതൽ നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ രവീന്ദ്ര ജഡേജ ഗംഭീരമായി സ്പിൻ ബൗളിംഗ് നടത്തുകയും ഉജ്ജ്വല പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ബൗളർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇവരെക്കാൾ മികച്ച സ്പിന്നർമാർ എതിർ ടീമിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ തന്നെ ഹാർമർ പുറത്തെടുത്ത ബൗളിംഗ് എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു. അദ്ദേഹം വേഗതയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിക്കൊണ്ട് പിച്ചിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അദ്ദേഹം ഗംഭീരമായ ബൗളിംഗാണ് ചെയ്തത്. അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അദ്ദേഹം വിക്കറ്റുകൾ തുടർച്ചയായി വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ ബാറ്റർമാരെ നിലയുറപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചതേയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബൗളർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബൗളർമാർ തീരെ ഒന്നുമല്ലാതായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, മാർക്കോ യാൻസനെ പോലെ ഒരു മികച്ച ഓൾറൗണ്ടർ ആണ് അദ്ദേഹം. അതിലും മികച്ചൊരു ഫാസ്റ്റ് ബൗളറായി മാർക്കോ യാൻസൺ സൗത്ത് ആഫ്രിക്കൻ ടീമിൽ, ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ കഗീസോ റബാദ, അവരുടെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൗളർമാരുള്ള ഒരാളായ കഗീസോ റബാദ 2 ടെസ്റ്റിലും പരിക്കുകാരൻ ഇറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കഗീസോ റബാദ പവലിയനിലിരുന്ന് ഡ്രസ്സിംഗ് റൂമിലിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാനായില്ല. എന്നിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ എതിരില്ലാത്ത 2 ടെസ്റ്റിന് തോൽപ്പിച്ചത്. മാർക്കോ യാൻസൺ അദ്ദേഹത്തിന്റെ ഉയരം, നല്ല ഉയരമുണ്ട്, 6 അടിക്കും മീതെ ഉയരമുള്ള മാർക്കോ യാൻസൺ അദ്ദേഹത്തിന്റെ ഉയരം ശരിയായിട്ട് ഉപയോഗിച്ചു. റിവേഴ്സിങ്ങും പിന്നെ വേഗതയേറിയ ബൗളിങ്ങും കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ബാറ്റർമാരെ തകർത്ത് കളഞ്ഞു. അതേസമയം ഇന്ന് ലോകത്തുള്ള ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളറായ ജസ്പ്രീത് ബുംറയ്ക്ക് അത്രയൊന്നും തിളങ്ങാനും കഴിഞ്ഞില്ല. മുഹമ്മദ് സിറാജ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, യഥാർത്ഥത്തിൽ മോശമായിട്ടാണ് ബൗൾ ചെയ്തത്. അപ്പോൾ ഈ 2 ബൗളർമാരിൽ നിന്നും ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു ഗുണവും കിട്ടിയില്ല. അപ്പോൾ കളിക്കാർ നല്ല പ്രകടനം കാഴ്ചവെച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഗംഭീറിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യമില്ല. അദ്ദേഹം ഒരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു, തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നു. പക്ഷേ ഈ തന്ത്രങ്ങൾ കളിക്കളത്തിൽ നടപ്പിലാക്കേണ്ടത് കളിക്കാരാണ്. പക്ഷെ അതിൽ അവർ പരാജയപ്പെടുന്നു. അതാണ് സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടിയത്. നിങ്ങൾ ഗംഭീറിനെ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കളിക്കാരാണ് പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടത്, അത് അവർ ചെയ്യുന്നേ ഇല്ല. ഇത് ഗംഭീറിനെതിരെ പലരും, ഗാംഗുലി അടക്കം, ക്രിസ് ശ്രീകാന്ത് അടക്കം ഒരുപാട് പേർ നിരന്തരം വിമർശിച്ചപ്പോഴും ഗവാസ്കർ ഗംഭീറിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു തലമുറ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കാനാണ് ഗംഭീർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത്,
ഇന്ത്യ ഇന്ന് ലോകത്ത് സ്പിന്നിനെ കളിക്കുന്ന ടീമുകളിൽ ഏറ്റവും മികച്ചതല്ല. ഇത് ഗവാസ്കർ വളരെ വ്യക്തമായി പറഞ്ഞു. മുൻകാലങ്ങളിൽ ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു മികവ് എന്ന് പറയുന്നത് സ്പിന്നർമാർക്കെതിരെ ഏറ്റവും നന്നായി കളിക്കുന്ന ബാറ്റർമാരുണ്ടായിരുന്നു ഇന്ത്യക്ക്. ഇപ്പോൾ അതില്ല. ഇന്ത്യ ഏറ്റവും മോശമായ സ്പിന്നിനെതിരെ കളിക്കുന്ന ടീമുകളിലൊന്നാണ് എന്നാണ് ഗവാസ്കർ പറഞ്ഞത്. ഇത് തന്നെയാണ് രവിചന്ദ്രൻ അശ്വിനും പറഞ്ഞത്. ഇന്ത്യ ഇപ്പോൾ നിലവിൽ ലോകത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ സ്പിന്നർമാർക്കെതിരെ ഏറ്റവും മികച്ച കളി പുറത്തെടുക്കുന്നവരല്ല. അതുപോലെ തന്നെ മുൻ ഇതിഹാസമായ ഇന്ത്യക്ക് 1983 ലോകകപ്പ് നേടിക്കൊടുത്ത കപിൽ ദേവ് പറഞ്ഞതും വളരെ ശ്രദ്ധേയമാണ്. VVS ലക്ഷ്മണനെയോ രാഹുൽ ദ്രാവിഡിനെയോ പോലുള്ള കളിക്കാർ ഇന്ത്യക്ക് ഇപ്പോഴില്ല. ടെസ്റ്റിൽ മികച്ച നിലയിൽ പ്രതിരോധവും ആക്രമണവും സമന്വയിപ്പിക്കാവുന്ന മികച്ച പ്രതിരോധ ടെക്നിക്കുകളുള്ള ഡിഫൻസീവ് ടെക്നിക്കുകളുള്ള ബാറ്റർമാർ ഇന്ത്യക്കില്ല. സ്പിന്നിനെ കളിക്കാൻ ക്ഷമയോടെ ശാന്തതയോടെ പിടിച്ചു നിൽക്കാൻ, ക്രീസിൽ നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. അങ്ങനത്തെ കളിക്കാർ ഇപ്പോൾ ഇന്ത്യൻ ടീമിലില്ല എന്ന് കപിൽ ദേവ് വളരെ വ്യക്തമായി പറഞ്ഞു. അത് സത്യവുമാണ്. 2020 ക്രിക്കറ്റിൻ്റെ കാലത്ത് എല്ലാവരും അതിവേഗം റണ്ണടിക്കാനാണ് ഇത് നോക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിനനുസരിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് പിച്ചിനോട് പൊരുത്തപ്പെട്ട് പതുക്കെ ശാന്തമായി ക്ഷമയോടെ നിന്ന് ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ബാറ്റർമാർ ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. മറ്റൊന്ന്, ടീം സെലക്ഷനിലെ പോരായ്മകളെ കുറിച്ചിട്ടാണ് വിമർശകർ ഉന്നയിക്കുന്നത്. അതിൽ പലതും ശരിയാണ് താനും. ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയെ പോലെ ഒരാളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കളിപ്പിക്കുന്നതെന്ന് ക്രിസ് ശ്രീകാന്ത് ചോദിക്കേണ്ടായി. അദ്ദേഹം അത്ര ഗംഭീരനായ ഒരു ബാറ്ററൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിൽ അത്ര സ്പീഡൊന്നുമില്ല എന്ന് നിതീഷ് കുമാർ റെഡ്ഡിക്കെതിരെ ഈ പരമ്പര കഴിയുമ്പോൾ വിമർശനം ഉണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ സെഞ്ചുറി അടിച്ച ആളാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച കളിക്കാരനാണ് നിതീഷ് കുമാർ റെഡ്ഡി. അന്ന് വാനോളം പുകഴ്ത്തിയവർ തന്നെ ഇന്ന് വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ ഒരു ടെസ്റ്റിൽ 3-ാം നമ്പറുകാരനായിട്ടും അടുത്ത ടെസ്റ്റിൽ 8-ാം നമ്പറുകാരനായിട്ട് ബാറ്റിങ്ങിന് ഇറക്കി. ഇങ്ങനെ സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് ഓർഡർ, ഇതിനെക്കുറിച്ചും വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഗംഭീർ കോച്ചായതിനു ശേഷം 3-ാം നമ്പറിൽ പല കളിക്കാരെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നു എന്ന വിമർശനമുണ്ട്. ആ വിമർശനം യാഥാർത്ഥ്യവുമാണ്, വസ്തുതയുമാണ്. അത് കാണിക്കുന്നത് ടീം മാനേജ്മെൻറ്റിന് കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല, മുഴുവൻ ആശയക്കുഴപ്പമാണ് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗംഭീർ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ പലതരം പ്രശ്നങ്ങൾ ഇന്ത്യൻ ടെസ്റ്റ് ടീം നേരിടുന്നു. അത് ചെറിയൊരു പ്രതിസന്ധിയൊന്നുമല്ല, വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് എന്ന് തോന്നുന്നു. കാരണം സർഫറാസ് ഖാനെ പോലെ ഒരു കളിക്കാരൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 60-ലും മീതെ ശരാശരിയുള്ള ഒരു കളിക്കാരനെ പുറത്തു നിർത്തിക്കൊണ്ട് 40 മാത്രം ശരാശരിയുള്ള സായി സുദർശനെ സ്ഥിരമായി ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയും വ്യാപകമായ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെയും തന്നെ ഏത് ടീം തോൽക്കുമ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനിശ്ചിതമായി ക്രൂരമായി വിമർശിക്കപ്പെടും. ഇവിടെ ഇപ്പോൾ ഗംഭീർ യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന തലമുറ മാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ പരിശീലകനാകുമ്പോൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഈ വിമർശനങ്ങൾ. തോൽവി സംഭവിക്കുമ്പോൾ വലിയ വെല്ലുവിളി നേരിടും ഏത് കോച്ചായാലും. അങ്ങനെയുള്ള ഏത് കോച്ചായാലും പുതിയ കളിക്കാരെ പരീക്ഷിച്ച് അവരെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഗംഭീർ. അത് ഗംഭീരല്ല, വേറെ ഏത് കോച്ച് വന്നാലും ഇപ്പോൾ ഈ കളിക്കാരെ വെച്ച് ഇതൊക്കെ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ടാവുള്ളൂ. അതിനപ്പുറത്തൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല. ഇതേ കളിക്കാരാണ് ഇംഗ്ലണ്ടിൽ ഐതിഹാസികമായി പരമ്പര സമനിലയിലാക്കിയത് എന്നതുകൂടി ഓർക്കണം. ഇംഗ്ലണ്ടിൽ പോയി ഒരു ശുഭ്മാൻ ഗിൽ ആദ്യമായിട്ട് ക്യാപ്റ്റനായിട്ട്, ശുഭ്മാൻ ഗില്ലിനെ പോലെ ഒരു യുവ കളിക്കാരൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ തീർത്തും യുവനിര എന്ന് തന്നെ പറയാവുന്ന ഒരു ടീം അവിടെ പോയിട്ട് ഇംഗ്ലണ്ടിനെ 2-2 സമനിലയിൽ പിടിച്ചു 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ. അതൊരു ഐതിഹാസികമായ മുന്നേറ്റമായിരുന്നു. അതേ കളിക്കാർ തന്നെയാണ് ഇപ്പോൾ സ്വന്തം നാട്ടിൽ തോറ്റതും. അന്ന് വാനോളം പുകഴ്ത്തിയവർ തന്നെയാണ് ഇന്ന് വിമർശിക്കുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഗംഭീറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഗംഭീറിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ഗംഭീറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ നിലയ്ക്ക് ഈ ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ ഗംഭീറിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് എന്ന ഗവാസ്കറിൻ്റെ അഭിപ്രായം. ഗവാസ്കർ തീർച്ചയായിട്ടും ഒട്ടേറെ കാലം ലോക ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്ന എല്ലാ ടീമുകളും ബഹുമാനിക്കുന്ന ഒരു താരമാണ്.
അദ്ദേഹം പറയുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഗംഭീറിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. പല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ എന്നാലും ഒരു കോച്ച് ഒരു ടീമിനെ പുതുക്കി പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കണം എന്നാണ് ഗവാസ്കർ പറയുന്നത്. എന്തായാലും അതേസമയം പരിമിത ഓവർ ക്രിക്കറ്റിൽ ഗംഭീറിന്റെ പരിശീലകത്വത്തിന് കീഴിൽ ഇന്ത്യ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും ഒക്കെ ജയിച്ച ഇന്ത്യ സാമാന്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്തായാലും BCCI തൽക്കാലം പറയുന്നത് ഗംഭീറിന്റെ കാര്യത്തിൽ തൽക്കാലം തീരുമാനങ്ങളൊന്നുമില്ല, ഗംഭീർ തുടരട്ടെ എന്നാണ്. അത് എത്ര കാലം പോകുമെന്നും നമുക്കറിയില്ല. എന്തായാലും സമീപ ഭാവിയിൽ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പരകളൊന്നുമില്ല താനും കളിക്കാൻ. അപ്പോൾ ഇനി ഇന്ത്യ 2026 T20 ലോകകപ്പാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ നിലയിൽ ഗംഭീറിനെ മാറ്റിപ്രതിഷ്ഠിക്കാൻ തൽക്കാലം കാരണങ്ങളൊന്നും BCCI കാണുന്നില്ല. തൽക്കാലം BCCI ഗംഭീറിനൊപ്പം നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ നിലയിൽ ഇനി വരുന്ന കാലം ഗംഭീറിന് വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ വിജയപാതയിൽ തിരിച്ചെത്തിച്ചേ മതിയാകുള്ളൂ.